കഥയാരംഭിക്കുന്നത് സിയൂക്ക് എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 10 കൊല്ലത്തെ നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷം സിയൂക്ക് ജയിൽ മോചിതനായി നടന്നു വരികയായിരുന്നു. പുറത്തേക്കെത്തിയ സിയൂക്കിനെ കാത്ത് അവിടെ ഒരു കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ലക്ഷറി കാർ തന്നെയാണ്. അതിലൊരു കാർഡുമുണ്ട്. കൈസർ ഗ്രൂപ്പ് എന്ന് ആ കാർഡിൽ എഴുതിയിരുന്നു. അവൻ ആ കാറിനടുത്ത് ചെന്ന് ആ കാർഡെടുത്ത് പരിശോധിച്ചു. ഇതൊക്കെ നിരീക്ഷിച്ച് കുറച്ചു മാറി ഒരു വാഹനത്തിൽ 2 പേരിയ്ക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞിരുന്ന പോലെ ആ കാറും കാർഡും അവന്റെ കയ്യിൽ എത്തപ്പെട്ടു എന്നുറപ്പുവരുത്തലായിരുന്നു ആ 2 പേരുടെ ഡ്യൂട്ടി. കുറച്ചു നേരത്തേക്ക് ആ കാറ് നോക്കിയ സിയൂക്ക് വൈകാതെ കാറിനകത്ത് കയറി. പിന്നാലെ വേഗത്തിൽ മുമ്പോട്ട് പായാൻ ആരംഭിച്ചു. എ മാൻ ഓഫ് റീസൺ എന്ന ചലച്ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നുമാണ്. കഥ അവിടെ നിന്നും വളരെ വലിയൊരു കെട്ടിടത്തിലേക്ക് പോകുന്നു. മാഫിയ ബോസായ അൺകുക്ക് അവിടെ ഒരു പ്രൈവറ്റ് സോനയിൽ തന്റെ സബോർഡിനേറ്റായ സഞ്ജുനിനൊപ്പം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുകയായിരുന്നു. സൂയക്കിന്റെ മോചനത്തിനെ പറ്റിയാണ് അവരുടെ പ്രധാന ഡിസ്കഷൻ. അൺകുക്ക് പറഞ്ഞു, സൂയക്ക് ഒരിക്കൽ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. അവൻ നമ്മളിലേക്ക് തന്നെ തിരികെ എത്തും. അതാണ് എന്റെ പ്രതീക്ഷ. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടാലോ? സഞ്ജുൻ ചോദിച്ചപ്പോ അൺകുക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. സൂയക്കിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാദ്യം അറിയണം. ദൂരെ നിന്നും നീ തൽക്കാലം അവനെ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്നായിരുന്നു അൺകുക്ക് വ്യക്തമാക്കിയത്. കഥ അവിടെ നിന്നും പഴയൊരു പള്ളിയിലേക്ക് പോകുന്നു. അവിടെ വൂജിൻ എന്ന പേരുള്ള ഒരു യുവാവ് പള്ളിയിലച്ചന്റെ അടുക്കൽ കുമ്പസരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് വൂജിനെ ഒരുപാട് പേർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ അന്ന് ഉപദ്രവിച്ചവർക്കൊക്കെയും നരകം കിട്ടണം എന്നാണ് വൂജിന്റെ പ്രാർത്ഥന. അന്ന് വൂജിനെ ഉപദ്രവിച്ചവരൊന്നും തന്നെ ഇന്നീ ലോകത്ത് കാണാനുമില്ല. അവരെങ്ങോട്ടേക്ക് പോയെന്നും അറിയില്ല. ഒക്കെ കേട്ട പുരോഹിതൻ ആകെ ടെൻഷനിലായ വൂജിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ സമയം അവരാരും അറിയാതെ ആ പള്ളിയുടെ അകത്തേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു കയറുന്നുണ്ടായിരുന്നു. ജീന എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അകത്തെത്തിയവൾ അവിടെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ വെച്ചു. പിന്നെയാണ് പുറത്തുനിന്ന് ആരോ വൂജിനെ വിളിക്കുന്നത്. അതോടെ എഴുന്നേറ്റ വൂജിൻ മുമ്പിലുണ്ടായിരുന്ന പുരോഹിതനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അധികം വൈകിയില്ല. വൂജിൻ പുറത്തു കടന്നതും ജീന സ്ഫോടക വസ്തുവിന്റെ ട്രിഗർ ഓണാക്കി. അധികം വൈകാതെ ആ പള്ളിയും പുരോഹിതനുമടക്കം സ്ഫോടനത്തിന് വിധേയമാകുകയാണ്. കെട്ടിടം തകർന്നു വീഴുമ്പോൾ അവിടെ മുഴുവൻ പുകമയമായി മാറിക്കഴിഞ്ഞിരുന്നു. വൂജിൻ ജീനയുടെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. വൂജിനും ജീനയും പ്രൊഫഷണൽ അസാസിൻസ് ആണ്. കൈസർ ഗ്രൂപ്പാണ് അവരെ ഹയർ ചെയ്തിരുന്നത്. ആ ഏരിയ പിടിച്ചെടുക്കാൻ കൈസർ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒഴിയാത്ത കെട്ടിടങ്ങൾ ഇതുപോലെ ഒഴിപ്പിക്കുകയായിരുന്നു അവരുടെ ഉത്തരവാദിത്തം. ഇതേസമയം മറുവശത്ത് കാറോടിച്ച സൂയുക് ഒരിടത്തേക്ക് എത്തിച്ചേർന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റിംഗ് എടുത്ത് അവൻ നോക്കി. ആ ഓർമ്മകൾ മിൻസുവിലേക്ക് അവനെ എത്തിച്ചു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവൻ മിൻസുവിനടുത്തേക്ക് എത്തിപ്പെടുകയാണ്. അവനെ കണ്ടതും മിൻസുവിന് വല്ലാത്ത ദേഷ്യം വന്നു. മിൻസു അവന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. 10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മിൻസുവിനടുത്തേക്ക് അവനെത്തുന്നത്. അതിന്റെ ദേഷ്യം മിൻസുവിൽ പ്രകടമായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലം താനത്ര കഷ്ടപ്പെട്ടു എന്ന് മിൻസു വിശദീകരിച്ചു. അവർക്കിപ്പോൾ 10 വയസ്സായ ഒരു മകളുണ്ട്. മിൻസു തന്നെ സൂയക്കിന് മകളെ കാണിച്ചു കൊടുത്തു. തനിക്ക് 10 വയസ്സായ ഒരു മകൾ നഗരത്തിലുണ്ട് എന്നറിഞ്ഞതും സൂയക്ക് അല്പമൊന്ന് ഞെട്ടിയിരുന്നു. ഇൻബി എന്നായിരുന്നു സൂയക്കിന്റെ മകളുടെ പേര്. കഥ അവിടെ നിന്നും 10 കൊല്ലം മുമ്പിലേക്ക് പോകുന്നു. അന്ന് സൂയക് അൺകുക്കിനും സുൻജുനുമൊപ്പം അവരുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. പ്രധാന ഗ്യാങ്സ്റ്ററായിരുന്ന അവന് പലപ്പോഴും മിൻസുവിന്റെ കോളുകൾ അവോയ്ഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ സൂയക്കിന് ഒരു നൈറ്റ് ക്ലബിൽ ഒരു രാത്രി പോകേണ്ടി വന്നു. അവിടെ അവരുടെ ബോസായ ജോങ്നാം ഉണ്ടായിരുന്നു. അന്ന് ജോങ്നാമിനെതിരെ സൂയക്ക് ഫൈറ്റ് ചെയ്തു. ജോങ്നാമിന്റെ ആളുകൾ സൂയക്കിനെതിരെ പൊരുതാനെത്തിയിരുന്നു. ശക്തമായ ഏറ്റുമുട്ടൽ നടന്നെങ്കിലും ഒടുവിൽ സൂയക്ക് അവരെ അങ്ങ് വകവരുത്തി. ജോങ്നാമിനെയും കൊന്നുതള്ളി. ആ ഒരു സംഭവമായിരുന്നു സൂയക്കിനെ 10 കൊല്ലത്തെ തടവിലേക്ക് നയിച്ചത്. അതോടെ ബാക്കിയുള്ള അവന്റെ സംഘാംഗങ്ങൾ ആ നഗരത്തിന്റെ അധികാരം പിടിച്ചെടുത്തു. അവരാണ് ഇപ്പോൾ അവിടെ റൂള് ചെയ്യുന്നത്. കഥ പ്രസന്റിലേക്ക് തിരികെ വരുന്നു. അടുത്ത ദിവസം സൂയക്ക് അൺകുക്കിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് ചെന്നു. വളരെ വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. അവരുടെ ബോസിന്റെ മരണശേഷം അൺകുക്ക് ബോസിന്റെ പണമൊക്കെ ഏറ്റെടുത്തു. ബിസിനസ്സും ഡെവലപ്പ് ചെയ്തു. ഇന്ന് അൺകുക്കാണ് ഒക്കെയും അടക്കി ഭരിക്കുന്നത്. സഞ്ജുനിന് സൂയക്കിന്റെ ആ വരവ് അല്പം ഭയമുണ്ടാക്കിയിരുന്നു. സൂയക്കിനെ എതിരിടാൻ വേണ്ടി കുറച്ച് ഗൗരവത്തോടെ തന്നെയായിരുന്നു സഞ്ജുൻ പൂവുമായി സൂയക്കിന്റെ മുമ്പിലെത്തിയത്. പിന്നാലെ അൺകുക്കിന്റെ മുമ്പിലേക്ക് അവരെത്തി. അൺകുക്കിനെ കണ്ടതും സഞ്ജുൻ വിനയ വിധേയത്വത്തോടെ നിൽക്കാൻ ആരംഭിച്ചു. അൺകുക്ക് സൂയക്കിനെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്തു. അൺകുക്കിനും അവരുടെ ഗ്രൂപ്പിനും വേണ്ടിയായിരുന്നല്ലോ സൂയക്കെന്ന് ബോസിനെ കൊന്നത്. ഇപ്പോൾ അവരുടെ ഗ്രൂപ്പ് ഏറ്റവും വലുതായി മാറിയിരിക്കുന്നു. ഓർഗനൈസേഷനിൽ നല്ലൊരു പൊസിഷനും നല്ലൊരു സമ്പത്തും
സമ്പത്തും അൺകുക്ക് സൂയക്കിന് ഓഫർ ചെയ്തു. പക്ഷേ തനിക്ക് അതൊന്നും തന്നെ വേണ്ട, സമാധാനമുള്ള ഒരു ജീവിതമാണ് താൻ നോക്കുന്നത് എന്നായിരുന്നു സൂയക്കിന്റെ മറുപടി. തനിക്കൊരു മകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം അത്തരമൊരു ജീവിതത്തിന് സൂയക്ക് ആഗ്രഹിച്ചിരുന്നു. അത് കേട്ടതും സഞ്ജുൻ സൂയക്കിനെ ആക്രമിക്കാൻ വേണ്ടി മുന്നിട്ടു ചെന്നു. 2 പഞ്ചും കൊടുത്തു. സൂയക്ക് പ്രതികരിച്ചില്ല. അൺകുക്ക് പറഞ്ഞപ്പോ സഞ്ജുൻ അത് നിർത്തി. അൺകുക്ക് ചിലത് തീരുമാനിച്ചിരുന്നു. ഒരു ബാഗ് പണം സൂയക്കിന് നൽകി. ഇത് നിന്റെ വിടുതലിനുള്ള തുകയാണ് എന്ന് പറഞ്ഞ് സൂയക്കിനെ പറഞ്ഞുവിടാൻ ഒരുങ്ങി. പക്ഷെ ആ പണം പോലും എടുക്കാതായിരുന്നു സൂയക്ക് അവിടെ നിന്നിറങ്ങിയത്. അൺകുക്കിന് അത് കുറച്ച് അതിശയമുണ്ടാക്കുന്നതായിരുന്നു. അൺകുക്ക് അവൻ പോയി കഴിഞ്ഞപ്പോ സഞ്ജുനോട് അവനെ വാച്ച് ചെയ്യണമെന്നും പക്ഷെ അവന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പോകണ്ട, പ്രശ്നമുണ്ടാക്കണ്ട എന്നും പ്രത്യേകം പറഞ്ഞു. ആ സമയത്താണ് മിൻസു ഒരാവശ്യത്തിന് ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടറുടെ അടുക്കൽ നിന്ന് അവൾക്ക് കുറച്ച് മാരകമായ ഒരു അസുഖമുണ്ടെന്നും ഉടനടി ഒരു സർജറി വേണം എന്നും അവൾ തിരിച്ചറിഞ്ഞു. പക്ഷെ അത്രയും പണം സമ്പാദിക്കാൻ അവൾക്കപ്പോൾ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്റെ രോഗാവസ്ഥ മകൾ ഇൻബിയിൽ നിന്ന് പോലും അവൾ മറച്ചുവെച്ചു. ഇതേസമയം മറുവശത്ത് സൂയക്ക് തന്റെ പഴയ സുഹൃത്തായ ജൂൻഹോയെ ചെന്നു കണ്ടു. അവനിപ്പോൾ ചെറിയൊരു റെസ്റ്റോറന്റ് നടത്തുകയാണ്. സംസാരിക്കുമ്പോ സൂയക്ക് ജയിലിൽ പോയ ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി ജൂൻഹോ അവനോട് പറഞ്ഞു. ഒരിക്കൽ സഞ്ജൻ അവരുടെ ബേസ് അറ്റാക്ക് ചെയ്തിരുന്നു. അവിടെ അവൻ തീ വെച്ചു. കുറെ പേർക്ക് പൊള്ളലേറ്റു. തന്റെ ശരീരത്തിലേറ്റ പൊള്ളൽ അവൻ സൂയക്കിനെ കാണിച്ചു കൊടുത്തു. രക്ഷപ്പെടാൻ അവിടെ നിന്ന് ഓടിയൊളിക്കുകയല്ലാതെ ജൂൻഹോക്ക് മറ്റും വഴിയുണ്ടായിരുന്നില്ല. ജൂൻഹോ ആ നഗരം തന്നെ വിട്ടു. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ചൈനയിലേക്ക് പോയി. പക്ഷെ അവിടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു. ഒടുവിൽ കൊറിയയിലേക്ക് തന്നെ അവൻ തിരികെ വന്നു. സഞ്ജുണിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ച് അവിടെ ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ പെർമിഷൻ വാങ്ങി. തുടർന്നുള്ള സംസാരത്തിൽ അവൻ സിയോക്കിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ എന്നെ ഇനി വന്ന് കാണരുത്. എന്റെയും ഫാമിലിയുടെയും സുരക്ഷയ്ക്ക് അതായിരിക്കും നല്ലത്. ഇതേസമയം മറുവശത്ത് അൺകുക്കിന്റെ ഓർഡറിനെയെല്ലാം മറികടന്നുകൊണ്ട് കാര്യങ്ങൾ തന്റെ കയ്യിലേക്കെടുക്കാൻ സഞ്ജുൻ തീരുമാനിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്ന സൂയക്കിനെ സഞ്ജുൻ എതിരിട്ടു. പക്ഷേ സൂയക്ക് ഒരു തണുപ്പം മട്ടിൽ അത് അവഗണിച്ച് മുന്നോട്ടു പോയതേയുള്ളൂ. അത് സഞ്ജുനിന്റെ രോഷം മാളിക്കത്തിച്ചു. സൂയക്കിനെ വകവരുത്താൻ സഞ്ജുൻ തീരുമാനിച്ചു. വൂജിയെയും ജീനയെയും അവൻ സൂയക്കിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏൽപ്പിച്ചു. സൂയക്കിനെ കൊല്ലാൻ വളരെ വലിയ തുകയായിരുന്നു സഞ്ജുൻ ഓഫർ ചെയ്തത്. വാഷർ എന്ന് വിളിപ്പേരുള്ള ആ അസാസിൻ ടീം അത് ഏറ്റെടുക്കുകയാണ്. ഒരു ആക്സിഡന്റ് പോലെ സൂയക്കിന്റെ കൊലപാതകം വരുത്തി തീർക്കണം എന്ന് സഞ്ജുൻ പ്രത്യേകം പറഞ്ഞിരുന്നു. വലിയ തുകയായതുകൊണ്ട് തന്നെ വാഷർ ടീം ഉടനടി അത് ഏറ്റെടുത്തു. അടുത്ത ദിവസം മിൻസു ഇൻബിയുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ സമയം മകൾക്ക് കൊടുക്കാൻ ഗിഫ്റ്റുമായി സൂയക്ക് അവിടെ എത്തി നിൽക്കുന്നത് അവൾ നോക്കിക്കണ്ടു. പിന്നാലെ സൂയക്കിനെ മാറ്റി നിർത്തി മിൻസു സംസാരിച്ചു. ഒരു സാധാരണ ജീവിതത്തിന് നിങ്ങളിപ്പോൾ ഓക്കെയാണോ എന്ന് തിരക്കി. അവർ അങ്ങനെ സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് അവൾക്ക് വല്ലാതായി. അവൾ കുഴഞ്ഞു വീണു. സൂയക്ക് ഉടനടി അവളെ കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് വേഗത്തിൽ പായാൻ തുടങ്ങി. റോഡ് പണി നടക്കുന്നത് കൊണ്ടും മറ്റും റോഡിൽ ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. മിൻസുവിന്റെ അവസ്ഥ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. സൂയക്ക് ഒട്ടും മടിച്ചില്ല. മെയിൻ റോഡിൽ നിന്ന് മറ്റൊരു മൺപാതയിലേക്ക് വണ്ടി ഇറക്കി അടുത്ത മെയിൻ റോഡിൽ കയറാനുള്ള ശ്രമം ആരംഭിച്ചു. അവരങ്ങനെ അടുത്ത റോഡിലേക്ക് കയറുമ്പോഴേക്കും പാഞ്ഞു വന്ന ഒരു വാഹനം സൂയക്കിന്റെ കാറിനെ ഇടിച്ചിരുന്നു. ആ അപകടം മിൻസുവിന്റെ ജീവനെടുത്തു. സൂയക്കിന് സാരമായ പരിക്കും പറ്റി. ജീവിതത്തിലേക്ക് തിരികെ വരാൻ സൂയക്കിന് പറ്റിയിരുന്നു. മിൻസു അങ്ങനെ മരണപ്പെട്ടത് സൂയക്കിന് സഹിക്കാനേ സാധിച്ചില്ല. അവളുടെ മരണത്തിൽ ആ കുറ്റബോധത്തിൽ വേദനയിൽ അവൻ ഉരുകിക്കൊണ്ടിരുന്നു. സുഖപ്പെട്ട് പുറത്തെത്തിയതും അവൻ നേരെ പോയത് മിൻസുവിന്റെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. ഇൻബിയെ തന്റെ കൂടെ കൂട്ടണം. അത് മാത്രമായിരുന്നു സൂയക്കിന്റെ ലക്ഷ്യം. ഇൻബിയോട് കാര്യങ്ങൾ അവൻ സംസാരിച്ചു. അവളുടെ അമ്മ മരണപ്പെട്ട കാര്യം അറിയിച്ചു. കൂടുതൽ സംസാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വൂജിയനും ജീനയും അവരെ ആക്രമിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ഇൻബിയെ അകത്തേക്ക് പറഞ്ഞയച്ച് സൂയക്ക് അവിടെ നിന്ന് ഓടിയൊളിക്കാൻ തുടങ്ങി. അസാസിൻ സംഘമാകട്ടെ അവന്റെ പിന്നാലെ വന്ന് വെടിയുതിർക്കാനും അവനെ കൊല്ലാൻ ശ്രമിക്കാനും തുടങ്ങിയിരുന്നു. വൂജിയൻ ഉപയോഗിച്ചത് ഒരു നെയിൽ ഗണ്ണായിരുന്നു. ഇതേസമയം ജീന അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കടന്ന് ഇൻബിയെ പിടികൂടാൻ ശ്രമം ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ വൂജിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സൂയക്കിന് സാധിച്ചു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. വൂജിനെ അടിച്ചിട്ട് കാറിന്റെ പുറകിൽ അവൻ ബന്ധിച്ചു. ഇതേസമയം മറുവശത്ത് ഇൻബിയെ ബന്ദിയാക്കിയ ജീനയാകട്ടെ അവളുമായി അവിടത്തെ ഒഴിഞ്ഞൊരു പാർക്കിലേക്ക് പോവാൻ തുടങ്ങി. അവളെ അവിടത്തെ ഒരു കേജിൽ ജീന അടച്ചു. പുറത്ത് അവൾക്ക് കാവലായി ഒരു ഗാർഡ് ഡോഗിനെ ഏർപ്പാടാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ജീന സൂയക്കിനെ വിളിക്കുന്നത്. മകളെ ജീവനോടെ വേണമെങ്കിൽ നീ സ്വയം മരിക്കണം എന്ന തരത്തിൽ ജീന പറഞ്ഞു. ഈ സമയം മറുവശത്ത് സൂയക്ക് വോജീനുമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വണ്ടിയൊതുക്കി ബന്ദിയാക്കിയിരുന്ന വോജീനെ അവൻ വലിച്ച് താഴേക്കിട്ടു. ഒരു പാലത്തിനടിയിലായിരുന്നു അത്. അത്യാവശ്യം ട്രാഫിക് ഉള്ള പ്രദേശമാണ്. സൂയക്ക് വോജീനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വോജീന്റെ അലർച്ച ട്രാഫിക്കിന്റെ ശബ്ദം കവർന്നെടുത്തു. വോജീനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ സൂയക്കിന് അറിയണമായിരുന്നു.
ക്രൂരമായി ഉപദ്രവിച്ചിട്ടും അവനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സൂയക്ക് അവന്റെ ഫോൺ പരിശോധിച്ചു. സഞ്ജുവിന്റെ നമ്പറിൽ നിന്ന് തുടർച്ചയായി വന്ന കോളുകൾ അവൻ കണ്ടു. സഞ്ജുവിനായിരിക്കും തന്റെ ഫാമിലിക്കെതിരെ അറ്റാക്ക് നടത്താൻ അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്ന കാര്യം സൂയക്ക് ഉറപ്പിച്ചു. വിവരമറിഞ്ഞതും ദേഷ്യം കൊണ്ട് സൂയക്ക് ഒട്ടും മടിച്ചില്ല. കൈസർ ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തേക്ക് തന്റെ കാറ് വായിച്ചു. സഞ്ജുവിനെ എതിരിടുക എന്നതായിരുന്നു സൂയക്കിന്റെ ലക്ഷ്യം. ഫ്രണ്ടിലെ ഗ്ലാസ് അടക്കം തകർത്താണ് കാർ ആ കമ്പനിയുടെ അകത്തേക്ക് അവൻ ഓടിച്ചു കയറ്റുന്നത്. പിന്നെ അവിടെ ആരംഭിച്ചത് കനത്ത ഏറ്റുമുട്ടലായിരുന്നു. അവനെ എതിരിടാൻ വന്നവർക്കെതിരെ അവൻ ശക്തമായി പോരടിച്ചു. സഞ്ജുവിന് അടുത്തേക്കെത്തിയവൻ സഞ്ജുവിനെ പിടികൂടി ക്രൂരമായി ഉപദ്രവിച്ചു. പോളിൽ മുക്കി ശ്വാസം മുട്ടിച്ച് മകൾ ഇൻബി എവിടെ എന്ന് ചോദിക്കാൻ ആരംഭിച്ചു. സഞ്ജുൻ പക്ഷെ തനിക്കറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അങ്ങോട്ടേക്ക് ബിഗ് ബ്രദർ എന്നു പേരുള്ള അൺകുക്കിന്റെ ഏറെ വിശ്വസ്തനായ ബോഡി ഗാർഡ് കടന്നു വന്നു. ഏറ്റുമുട്ടലിനിടയിൽ സഞ്ജുൻ ഒരു റൈഫിൾ എടുത്ത് സൂയക്കിനെതിരെ വെടിവെക്കാൻ ആരംഭിച്ചു. സൂയക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അല്പം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടയിൽ അവിടെ നിന്നും കാറിൽ കയറി വൂജീനുമായി അവിടെ നിന്നും പുറത്തു കടക്കാൻ സൂയക്കിന് സാധിച്ചു. തന്റെ അവസ്ഥ പരുങ്ങലിലാണ് എന്ന് മനസ്സിലാക്കിയ വൂജീൻ ഒടുവിൽ ഇൻബിയെ എവിടെയായിരിക്കും തന്റെ പാർട്ട്ണർ വെച്ചിട്ടുണ്ടാവുക എന്ന കാര്യം സൂയക്കിനോട് തുറന്നു പറഞ്ഞു. മറുവശത്ത് ഇൻബിയാകട്ടെ തന്നെ അടിച്ചിട്ട കേജിൽ നിന്ന് ഒരു മെറ്റൽ ബാർ ഉപയോഗിച്ച് ഒരു തരത്തിൽ പുറത്തു കടന്നിരുന്നു. പക്ഷെ അവൾ രക്ഷപ്പെട്ടു പോകുന്നതിന് മുമ്പ് ജീന അവളുടെ വഴിയിൽ വട്ടം വന്നു. ഇൻബിക്ക് മുമ്പിലേക്ക് ജീന ഒരു ഓപ്ഷൻ വെച്ചു. ഒന്നുകിൽ നിനക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം, അങ്ങനാണെങ്കിൽ നിന്റെ അമ്മ മരണപ്പെടും, അല്ലെങ്കിൽ അനുസരണയോടെ ഇവിടെ തുടരാം, നിന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. മിൻസു മരണപ്പെട്ട കാര്യം പൂർണ്ണമായും ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പതിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അമ്മയെ ഓർത്ത് ആ കേജിനുള്ളിൽ തന്നെ തുടരാൻ പാവം ഇൻബി തീരുമാനിച്ചു. ഇതേസമയം സഞ്ജുൻ അൺകുക്കിന് മുമ്പിലെത്തി തങ്ങളുടെ ആസ്ഥാനത്ത് നടന്ന ഏറ്റുമുട്ടലിനെ പറ്റിയും നാശനഷ്ടങ്ങളെ പറ്റിയും വിശദീകരിച്ചു. അൺകുക്ക് വലിയ ദേഷ്യത്തിലായിരുന്നു. താൻ പറഞ്ഞതനുസരിക്കാതെ സഞ്ജുൻ പെരുമാറിയോ എന്ന് അൺകുക്കിന് അറിയണമായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, പുറമേ നിന്ന് ആരെങ്കിലുമായിരിക്കും ചെയ്തത് എന്നൊക്കെ സഞ്ജുൻ പറയാൻ ശ്രമിച്ചെങ്കിലും തന്റെ ആളുകളോട് സഞ്ജുനെ നന്നായി ഉപദ്രവിച്ച് സത്യം പുറത്തു കൊണ്ടുവരുവാൻ അൺകുക്ക് ആവശ്യപ്പെട്ടു. അൺകുക്കിന്റെ ആളുകൾ സഞ്ജുനെ ഉപദ്രവിച്ചതോടെ സൺകുക്കൊക്കെ ഏറ്റുപറഞ്ഞു. താൻ അസാസിൻസിനെ വെച്ച് സേയുക്കിനെ കൊല്ലാൻ ശ്രമിച്ചതടക്കം. ഉടൻ അൺകുക്ക് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒരുവനല്ലേ അവൻ വാക്കിന് വിലയുള്ളവനാണ്, ആരെയും ചതിക്കില്ല. പക്ഷേ നീ അങ്ങനല്ല, നിന്റെ നേട്ടത്തിനും പണത്തിനും വേണ്ടി നീ എന്തും ചെയ്യും. സഞ്ജുൻ തല്ലിച്ചതയ്ക്കപ്പെട്ടിരുന്നു. സഞ്ജുനെ കൊല്ലാൻ അൺകുക്ക് തോക്ക് ചൂണ്ടിയെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി. ഇതേസമയം മറുവശത്ത് വൂജീനാകട്ടെ സിയൂക്കിനെ തകർന്നൊരു പാലത്തിലേക്ക് നയിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് തന്റെ പാസ്റ്റിനെ പറ്റി വൂജീൻ സംസാരിച്ചു. ചെറുപ്പത്തിൽ ഒരുപാട് ബുള്ളിയിങ് നേരിട്ടതിനെ പറ്റിയും ഒടുവിൽ ബുള്ളീസിനെ മുഴുവൻ തന്റെ വീട്ടിലാക്കി അവൻ വീടിനെ തീയിട്ടതിനെ പറ്റിയുമൊക്കെ. അവനും ജീനയ്ക്കും കൊലപാതകം എന്ന് പറയുന്നത് ഒരു കല പോലാണെന്നും അവരത് എൻജോയ് ചെയ്യുകയാണ് എന്നും സിയൂക്കിനോട് പറഞ്ഞു. അധികം വൈകാതെ പാലത്തിലേക്ക് ജീന ഒരു മോട്ടോർ സൈക്കിളിൽ എത്തി. പക്ഷേ ഇൻബി അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വൂജീൻ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങി മുമ്പിലേക്കൂടി. സൂയക്കിന്റെ കാറിൽ ഒരു സ്ഫോടക വസ്തു വന്നു പതിച്ചു. പക്ഷെ അത് സ്ഫോടനത്തിന് വിധേയമാകുന്നതിന് മുമ്പേ സൂയക്കാർ മാറ്റിയിരുന്നു. വൂജീൻ ജീനയുടെ ബൈക്കിൽ കയറി. പിന്നെ നടന്നത് കനത്ത ചേസിംഗ് ആയിരുന്നു. ഒടുവിൽ വാഹനം വേഗത്തിൽ പായിച്ച് അവരുടെ ബൈക്കിന് മുമ്പിലേക്ക് സൂയക്ക് തടസ്സം വെച്ചു. നിയന്ത്രണം വിട്ട ജീനയും വൂജീനും ബൈക്കിൽ നിന്ന് താഴെ വീണു. സൂയക്ക് എഴുന്നേറ്റ് ജീനയ്ക്കും വൂജീനും മുമ്പിലേക്ക് ചെന്നു. അവരെ കൊല്ലുമെന്ന രീതിയിലാണ് അവന്റെ നിൽപ്പൊക്കെ. ഇൻബി എവിടെയെന്ന് അവരോട് അവൻ ചോദിച്ചു. പക്ഷേ ജീന പുച്ഛച്ചിരിയോടെ പറഞ്ഞു, ഇൻബി പറഞ്ഞത് അവൾക്ക് അച്ഛനില്ലെന്നാണ്. അപ്പോ നിങ്ങളെ ചാവുന്നതല്ലേ നല്ലത്. ഒട്ടും മടിച്ചില്ല. ഒരു നെയിൽഗണ്ണെടുത്ത് ജീനയുടെ ശരീരത്തിലേക്ക് സൂയക്ക് വെടിയുതിർത്തു. ജീന ബോധരഹിതയാവുന്ന കണ്ടതും വൂജീൻ പാനിക്കായി. ഇൻബിയെ സൂയക്കിന്റെ കയ്യിൽ തന്നെ തിരികെ ഏൽപ്പിക്കാം എന്നവൻ ഭീതിയോടെ പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ ആ പഴയ ഹൈഡൌട്ടിലേക്ക് എത്തുകയാണ്. ഒഴിഞ്ഞ ആ പാർക്ക് തന്നെ. അവിടെ എത്തിയതും തങ്ങളുടെ ഗാർഡ് ഡോഗ് കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു വൂജീന് കാണാൻ സാധിച്ചത്. വൂജീൻ ഒന്ന് ഞെട്ടിയിരുന്നു. അവരുടെ കെട്ടിടത്തിനകത്ത് ബിഗ് ബ്രദർ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇൻബിയെ ബന്ദിയാക്കിയാണ് ബിഗ് ബ്രദറിന്റെ ആയിരിപ്പ്. ഒരു മെറ്റൽ ബാർ എടുത്ത് ബിഗ് ബ്രദറിനെ ആക്രമിക്കാൻ വൂജീൻ ശ്രമിച്ചെങ്കിലും ബിഗ് ബ്രദർ വൂജീനെ വകവരുത്തി കളഞ്ഞു. വൈകാതെ സൂയക്ക്
സൂയക്കും ബിഗ് ബ്രദറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. ശക്തമായൊരു പോരാട്ടമായിരുന്നു അത്. പക്ഷേ ബിഗ് ബ്രദർ കൂടുതൽ കരുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സൂയക്കിനെ ഇടിച്ചു വീഴ്ത്തിയ അയാൾ സൂയക്കിന്റെ കാല് ബന്ധിച്ചു. പക്ഷേ ഒടുവിൽ ബിഗ് ബ്രദർ സൂയക്കിനെ വകവരുത്താൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പ് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന വൂജീൻ എഴുന്നേറ്റ് വന്ന് ബിഗ് ബ്രദറിനെ കുത്തി. വീഴുന്നതിന് മുമ്പ് ബിഗ് ബ്രദർ വൂജീനിൽ ശക്തമായ പ്രഹരമേൽപ്പിച്ചു. പിന്നാലെ സൂയക്ക് എഴുന്നേറ്റ് ഇൻബിയുടെ അടുത്തേക്ക് എത്തി. ഇൻബി ഭയന്നിരിക്കുകയായിരുന്നു. ഇൻബിക്കടുത്ത് സൂയക്ക് താനാണ് അവന്റെ അച്ഛനെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഇൻബി ഭയന്നെങ്കിലും സൂയക്കെല്ലാം വിശദീകരിച്ചു പറഞ്ഞ് തന്റെ കൈ നീട്ടിയപ്പോ അവൾ അവന്റെ കൈ പിടിച്ചു. ഇൻബിയുമായി സൂയക്ക് പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൻ കാണുന്നത് ജീന അവിടെ മുഴുവൻ ബോംബുകൾ വെച്ചിട്ടുണ്ട്. ഒപ്പം കുറെ ഫ്യൂവൽ ക്യാനുകളും. അതാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സൂയ കൊട്ടും മടിച്ചില്ല. ഇൻബിയും എടുത്തുകൊണ്ടോടി അടുത്തുള്ള പൂളിലേക്ക് ചാടി ഊളിയിട്ടു. ശക്തമായ സ്ഫോടനം നടന്നിരുന്നു. കഥ അവിടെ നിന്നും അടുത്ത ദിവസത്തിലേക്ക് പോകുന്നു. ജീന വൂജീനെ രക്ഷപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോന്ന വൂജീനും ജീനയും ഒരു കാറിലിരിക്കുകയാണ്. രണ്ടാൾക്കും സാരമായ പരിക്കുകളുണ്ട്. ആ നഗരം വിട്ട് ന്യൂയോർക്കിലേക്ക് പോവാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ യാത്രാമധ്യേ അവരുടെ കാറ് വലിയൊരു ആക്സിഡന്റിൽ പെട്ടു. കാറ് തരിപ്പണമായി പോയിരുന്നു. അവരുടെ കാറിനെ അപകടപ്പെടുത്തിയതാകട്ടെ പാനെത്തിയ സഞ്ജുനും. തലകീഴായ കാറിൽ കിടന്നിരുന്ന ജീനയെയും വൂജീനെയും സഞ്ജുൻ അങ്ങോട്ടേക്ക് വന്ന് കൊലപ്പെടുത്തി. സോയുക്കിനെ അവർ തടയാതിരുന്നതിനുള്ള ശിക്ഷ, അവനെ കൊല്ലാൻ പറ്റാതിരുന്നതിനുള്ള ശിക്ഷ. പക്ഷേ മരണം പിടിമുറുക്കുന്നതിന്റെ തൊട്ടുമുമ്പ് തന്റെ കയ്യിലുള്ള നെയിൽ ഗൺ ഉപയോഗിച്ച് ജീന സഞ്ജുനെതിരെ വെടിയുതിർത്തിരുന്നു. ഒരു നെയിൽ അവന്റെ തൊണ്ടയിൽ തുളച്ചു കയറി അവന്റെ ജീവനെടുത്തു. ഇതേസമയം മറുവശത്ത് രക്ഷപ്പെട്ട സോയക് മകൾ ഇൻബിയുമായി പുറത്തിറങ്ങുകയായിരുന്നു. മുമ്പോട്ടുള്ള യാത്രയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന തന്റെ ശത്രുക്കളെ അവൻ നോക്കിക്കണ്ടു. പക്ഷെ അവൻ നിന്നില്ല. മകളുമായി പുതിയ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരുന്നു. തന്റെ മകൾക്കൊപ്പം പുതിയ ജീവിതം തുടങ്ങുന്ന സൂയക്കിന്റെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.